ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് 15-ാമത്തെ അധ്യായവും കൂടി നമ്മൾ ആരംഭിക്കും ഇന്ന്. ഹരേ കൃഷ്ണ. ശ്ലോകം 43. ഓം നമോ ഭഗവതേ വാസുദേവായ. അപിസ്സിൽ പര്യഭുങ്ക്ത്വാസ്തം സംഭോജാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിൽ കൃതവാൻ നയതക്ഷമം. അപിസ്സിൽ പര്യഭുങ്ക്ത്വാസ്തം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിൽ കൃതവാൻ സയതക്ഷമം. അപിസ്സിത് പര്യഭുങ്ക്താ ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിൽ കൃതവാൻ ന യത് അക്ഷമം. അതായത് ഒരാൾ ആഹാരം കഴിക്കുന്ന സമയത്ത്, അതായത് ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ആ സമയത്ത് ആദ്യം പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കുമാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടവണ്ണം ശ്രദ്ധാപൂർവം അവർക്ക് കൊടുക്കാതെ അങ്ങ് ആദ്യം ഭക്ഷണം കഴിച്ചോ, അന്നത്തെ കാലത്ത് അത് വലിയൊരു തെറ്റാണ്. അവരെ അവഗണിക്കുക, കുട്ടികളെ വൃദ്ധന്മാരെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റാണ്. അങ്ങനെ വല്ല തെറ്റും സംഭവിച്ചു പോയോ അങ്ങേക്ക് അപ്പോഴൊക്കെ ദുഃഖം ഉണ്ടാവും എന്നാണ്. പിന്നെ അങ്ങ് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചോ, പിന്നെ എന്തെങ്കിലും ഒരു നിന്ദ്യമായിട്ടുള്ള എന്തെങ്കിലും അപരാധം അങ്ങ് ചെയ്തിട്ടുണ്ടോ, ഇതാണ് യുധിഷ്ഠിരൻ അർജുനനോട് ചോദിക്കുന്നത് എന്നാണ്. ഒരു ഉത്തമനായിട്ടുള്ള ഗൃഹസ്ഥാശ്രമയെ സംബന്ധിച്ച് ഇത് ചെയ്യേണ്ട അവരുടെ ധർമ്മമാണത്. കുട്ടികൾക്കും പ്രായമായവർക്കും പരിരക്ഷ കൊടുക്കുക എന്നുള്ളതും അവർക്ക് ആഹാരം കൊടുത്തവരെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം അവനവൻ ആഹാരം കഴിക്കുക എന്നുള്ളതും അത് നമ്മളുടെ ഒരു ഭാരതീയമായ സംസ്കാരമാണത് എന്നാണ് ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത്. 44-ാമത്തെ ശ്ലോകം. കച്ചിൽ പ്രേഷ്ഠതമേനാഥ ഹൃദയേന ആത്മബന്ധുന ശൂന്യോസ്മി രഹിതം നിത്യം മന്യതേ തേന്യഥാ നരുക്ക്. കച്ചിൽ പ്രേഷ്ഠതമേന അഥ ഹൃദയേന ആത്മബന്ധുന
ശൂന്യഃ അസ്മി രഹിതഃ നിത്യം മന്യസേ തേ അന്യഥാ ന രുക്ക്. അതായത് യുധിഷ്ഠിര മഹാരാജാവ് ഉറപ്പിക്കുകയാണ്, എന്തോ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തോ അങ്ങക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അർജുനനോട് പറയാണ്. അതാണ് ആത്മമിത്രമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എല്ലാവർക്കും? ഭഗവാൻ തന്നെ. അർജുനനെ സംബന്ധിച്ച് ഏറ്റവും ഭഗവാനെന്ന് നിസ്സംശയം പറയാം. അർജുനൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്ത്, അർജുനൻ്റെ ഹൃദയനാഥൻ വാസ്തവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭാവം നിമിത്തമാണോ അങ്ങ് ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ശൂന്യമായി എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ അർജുനൻ ഇങ്ങനെ ദുഃഖിക്കാൻ മറ്റൊരു കാരണവും ഞാൻ കണ്ടെത്തുന്നില്ല എന്ന് യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ മുമ്പേ തന്നെ ഈ ദുശഗുണങ്ങൾ ഈ തൻ്റെ രാജ്യത്തിൽ കാണാൻ സാധിക്കുന്നു. ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ദുശഗുണങ്ങൾ സ്വയം അനുഭവപ്പെട്ടു. ഊർവക്ഷിബാഹവോ മഹിംസ്ഫുരന്ത്യംഗ പുനഃ പുനഃ ഇടത്തെ കൈ ഇടത്തെ ഭാഗം ഇങ്ങനെ തുടിക്കുന്നതായിട്ട് അങ്ങനെ താൻ നോക്കുന്ന സ്ഥലത്തെല്ലാം ദുർനിമിത്തങ്ങളാണ് കാണുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അർജുനനെ ഇതേപോലെ ദുഃഖിതനായിട്ട് തളർന്ന അവസ്ഥയിൽ കണ്ട സമയത്ത് യുധിഷ്ഠിരൻ ഉറപ്പിച്ചു താൻ ഉദ്ദേശിച്ച ഭയപ്പെട്ട കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അർജുനനോട് യുധിഷ്ഠിര മഹാരാജാവ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രീല പ്രഭുപാദരുടെ വ്യാഖ്യാനം പ്രഥമസ്കന്ധം 14-ാമത്തെ അധ്യായത്തിലെ ഭക്തിവേദാന്ത വ്യാഖ്യാനം സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത അധ്യായം 15-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. അതിൽ പാണ്ഡവന്മാർ അവരുടെ മഹാപഥപ്രസ്ഥാനം എന്നാണ് പറയുക. അവർ ഈ രാജ്യഭാരം ഇതെല്ലാം അതിനെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പരീക്ഷത്തിനെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ച് അവർ ഈ കൊട്ടാരം വിട്ട് ഇറങ്ങുന്നു. അവരുടെ സന്യാസം, അവർ തിരിച്ച് ഭഗവത് ലോകത്തിലേക്ക് പോണത്. അതാണ് ഈ അധ്യായത്തിൽ നമ്മളിവിടെ പഠിക്കാനായിട്ട് പോണത്. ശ്ലോകം 1. സൂത ഉവാച ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്രാ രാജ്ഞ അവികൽപ്പിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകർഷിത. ഏവം കൃഷ്ണസഖ. കൃഷ്ണ, രണ്ടാളെയും കൃഷ്ണൻ എന്ന് പറയും. കൃഷ്ണസഖ, ശ്രീകൃഷ്ണ ഭഗവാൻ ആകുന്ന സഖാവ്. ഭഗവാനാണ് സഖാവ്. ആരുടെ? കൃഷ്ണൻ്റെ. ഏത് കൃഷ്ണൻ്റെ? അർജുനനെ കൃഷ്ണൻ എന്നും പറയും. രണ്ടുപേരെയും കൃഷ്ണൻ എന്ന് പറയും എന്നാണ്. ഭഗവാനെയും ഭഗവാന്റെ ഭക്തനെയും കൃഷ്ണൻ എന്ന് പറയും. ഇതാണ് ആത്മമിത്രമാണ് അർജുനൻ ഭഗവാന്റെ. ഇതാണ് കീർത്തിമാനായിട്ടുള്ള മിത്രം എന്നാണ് പറയുന്നത്. ഏറ്റവും യശസ്സുള്ള കീർത്തിമാനായിട്ടുള്ള മിത്രം ആരാണ്? കൂട്ടുകാരൻ അർജുനൻ തന്നെ എന്നാണ്. അപ്പോൾ അർജുനൻ ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് അർജുനൻ്റെ ദുഃഖം വർദ്ധിക്കുകയാണ്. കഠിനമായ ദുഃഖം അത് വർദ്ധിച്ചു വരുന്നു എന്നാണ്. തീവ്രമായ ദുഃഖം കൊണ്ട് അർജുനന് ശ്വാസം പോലും കിട്ടാതെയായിട്ട് മാറി എന്നാണ്. അതുകൊണ്ട് അർജുനന് വേണ്ട വിധത്തിൽ അതിന് മറുപടി പറയാനും സാധിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2-ാമത്തെ ശ്ലോകം. ശോകേന ശുഷ്യത്വദന ഹൃത്സരോജോ ഹതപ്രഭാ വിഭും തമേവാനുധ്യായൻ നാശക്നോൽ പ്രതിഭാഷിതും. ശോകേന ശുഷ്യത് വദന ഹൃത് സരോജ ഹതപ്രഭാ വിഭും തം ഏവ അനുസ്മരൻ ന അശക്നോൽ പ്രതിഭാഷിതും. ശോകേന, വളരെ ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട് തളർന്നു പോയിട്ടുള്ള അർജുനൻ അർജുനൻ്റെ തൊണ്ടയും അതേപോലെ മുഖവും വല്ലാതെ വരണ്ടു പോയിരുന്നു എന്നാണ്. പിന്നെ എല്ലാ തേജസ്സും നഷ്ടപ്പെട്ടു പോയിരുന്നു അർജുനൻ. എന്തൊന്നുമില്ലാത്ത തേജസ്സായിരുന്നു അർജുനൻ. എവിടെ നിന്നാലും അർജുനനെ ഒരാൾ തിരിച്ചറിയും. ആ തേജസ്സെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു.
ഭഗവാന്റെ സർവേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങനെ ആ സ്മരണയിൽ ലയിച്ചു പോയതുകൊണ്ട് അർജുനന് ഒരു വാക്ക് പോലും മറുപടി പറയാൻ സാധിച്ചില്ല എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. മൂന്നാമത്തെ ശ്ലോകം. കൃച്ഛേണ സംസ്തഭ്യശുച പാണിനാമൃദ്യ നേത്രയോ പരോക്ഷേണ സമുന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതരാം. കൃച്ഛ്രേണ സംസ്തഭ്യ ശുച പാണിന ആമൃജ്യ നേത്രയോ പരോക്ഷേണ സമുന്നദ്ധ പ്രണയ ഔത്കണ്ഠ്യകാതര. അതായത് വളരെ ദുഃഖപ്പെട്ടുകൊണ്ട് ദുഃഖത്തോടു കൂടിയിട്ട് തൻ്റെ കണ്ണുനീരിനെ നിയന്ത്രിച്ചു അർജുനൻ. എന്തെങ്കിലും മറുപടി പറയണല്ലോ യുധിഷ്ഠിരൻ ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ പാണിനാമൃജ്യ തൻ്റെ കൈകളെ കൊണ്ട് കണ്ണ് അതോ ഒഴുകി വരുന്ന പ്രവഹിക്കുന്ന കണ്ണുനീരിനെ തുടച്ചു അർജുനൻ. എന്നിട്ട് വീണ്ടും വീണ്ടും കണ്ണീർ ഒഴുകി വരികയാണ് അർജുനന്. തൻ്റെ ഭഗവാൻ തൻ്റെ കൺമുൻപിൽ കാണില്ലല്ലോ ഭഗവാനെ എന്ന് വന്ന സമയത്ത് അർജുനന് വല്ലാത്ത ദുഃഖം വർദ്ധിച്ചു വരികയാണ്. നമ്മൾക്കൊന്നും ദുഃഖം തോന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഭഗവാനെ അത്രയൊന്നും കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ പോയതിനേക്കാളും സ്പീഡിലാണ് നമ്മൾ തിരിച്ചു വരിക അല്ലേ? വരുമ്പോൾ 10 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അയ്യോ പോയിട്ട് തിരക്കിൽ നിന്നിട്ട് ഏകദേശം മതിയായി മടുത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. 10 ദിവസം കഴിയുമ്പോഴേക്ക് ഏകദേശം തൊഴുതിട്ട് മതിയായി എന്ന്, ക്ഷേത്രത്തിൽ പോയിട്ട് മതിയായി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളെ അങ്ങനെ കാണാൻ സാധിക്കും. തിരക്കിൽ നിന്നിട്ട് ഏകദേശം മതിയായി എന്ന് പറയുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്? ഭഗവാനായിട്ട് ശ്രീലോകത്തുള്ള ഭഗവാനായിട്ട് നമ്മൾക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ഭഗവാനായിട്ട് ഒരു ഒറ്റ ബന്ധം സ്ഥാപിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് എത്ര സമയം ഭഗവാന്റെ മുമ്പിൽ നമ്മൾക്ക് നിൽക്കാൻ സാധിക്കും, ക്യൂ നിൽക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഭഗവാൻ ഇപ്പം എന്താ ചെയ്യണത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്തന്മാർക്ക് ദർശനം ഭഗവാൻ ഇരിക്കും. നമുക്ക് കടയിൽ ഇരിക്കാൻ സാധിക്കുന്നു. ഭഗവാൻ ഇരിക്കണ്ടോ? ഇല്ല. ഭഗവാൻ എപ്പോഴും നിൽക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അങ്ങനെ സ്റ്റഡിയായിട്ട് രാവിലെ 3 മണി മുതൽ അത്താഴപ്പൂജ കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞവരെ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ഇരിക്കാൻ പുറപ്പെടുമ്പോഴേക്ക് ദേവന്മാർ വരും പൂജിക്കാനായിട്ട്. അവരുടെ നിർമാല്യത്തിൻ്റെ മുമ്പായിട്ട് ദേവന്മാരുടെ പൂജയാണ്. ഭഗവാൻ എപ്പോഴാണ് ഇരിക്കുക? പ്രതിഷ്ഠ കഴിഞ്ഞ മുതൽക്കേ ഭഗവാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നിൽക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പരാതിപ്പെടും. ഭഗവാൻ പറയണോ, ഞാൻ തന്നെ നിൽക്കുക, നിങ്ങൾ എന്നെ കാണാൻ നിൽക്കണു കുറച്ച് മണിക്കൂറേ നിൽക്കുള്ളൂ, ഞാൻ നിങ്ങളെ കാണാൻ മണിക്കൂറുകൾ, ഈ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ് ഞാൻ എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ഭഗവാനായിട്ട് അത്രയും ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ, എത്ര നേരം കാത്തു നിൽക്കാനും എത്ര വയ്യെങ്കിലും ഭഗവാന്റെ അടുത്ത് പോവാനും ഭഗവാനെക്കുറിച്ചിട്ട് പറയാനും പ്രചരിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഉദാഹരണം എൻ്റെ ഗുരു മഹാരാജ് തന്നെയാണ്. ഗുരു മഹാരാജിന് 80 വയസ്സ് കഴിഞ്ഞു. ഇപ്പം ഗുരു മഹാരാജ് നടക്കാൻ പ്രശ്നമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നോക്കിയിട്ടുള്ള ഡോക്ടർമാർ അവർ പറയുന്നു ഈ ഗുരു മഹാരാജന് ഒന്നും അവരുടെ അസുഖങ്ങളും കാണാനില്ല എന്ന്. ഹാർട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ആന്തരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പ്രശ്നം നോക്കിയിട്ട് കാണാനില്ല. അതിലെത്രയോ ഇരട്ടി ഊർജ്ജസ്വലനായിട്ടാണ് അദ്ദേഹം. ഇന്നലെയും കൂടി അദ്ദേഹത്തിൻ്റെ ഗുരു മഹാരാജൻ്റെ പ്രഭാഷണം ദുബായിലുണ്ടായിരുന്നു, അബുദാബിയിലുണ്ടായിരുന്നു. വളരെ എത്ര ഊർജ്ജസ്വലമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എന്താ, അവരെ ഭഗവാൻ ഏറ്റെടുത്തു, അവർ ഭഗവാനെയും ഏറ്റെടുത്തു, ഭഗവാനെ അവർ സ്വന്തമാക്കി. അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഭഗവാനെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു അവസ്ഥ അർജുനനുണ്ട്. അതുകൊണ്ടാണ് ആ വേർപാട് അർജുനന് സഹിക്കാൻ സാധിക്കാതിരിക്കുന്നത്. അതാണ്. അപ്പോൾ കൃച്ഛേണ സംസ്തഭ്യശുച പാണേന അമൃജ്യ നേത്രയോ പരോക്ഷേണ സമുന്നദ്ധ പ്രണയോത്കണ്ഠ്യകാതര. 4-ാമത്തെ ശ്ലോകം. സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗതയാ ഗിര. സഖ്യം മൈത്രി സൗഹൃദം ച സാരഥ്യ ആദിഷു സംസ്മരൻ നൃപം അഗ്രജം ഇതി ആഹ ബാഷ്പഗദ്ഗതയാ ഗിര. എന്തൊക്കെയാണ് അർജുനൻ ഓർത്തത്? സഖ്യം,
മൈത്രി, സൗഹൃദം, സാരഥ്യം, 4 കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. ഭഗവാനായിട്ടുള്ള ആ സഖ്യഭാവം, സഖീഭാവം ഭഗവാന്റെ ശുഭമായിട്ടുള്ള ആശംസകൾ, ഭഗവാന്റെ ആശീർവാദങ്ങൾ, ഭഗവാന്റെ പിന്നെ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് മാറിയത്, പിന്നെ ഉറ്റ കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം ഓർത്തു അർജുനൻ. അങ്ങനെ ഭഗവാന്റെ പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ തന്നെ അവരെ അനുഗ്രഹിച്ചത്, ഇതെല്ലാം ഓർത്തു അർജുനന്. അങ്ങനെ അത് ഓർക്കുന്ന സമയത്ത് അർജുനൻ്റെ കണ്ണീര് വീണ്ടും വീണ്ടും കുടുകുടെ കണ്ണീര് ഒഴുകി അർജുനൻ്റെ കണ്ണിൽ നിന്നും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കരയാറുണ്ട്. നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണത്. നമ്മൾ കരയുമ്പോൾ എന്താ ചെയ്യാറ്? നമ്മൾക്ക് ചുടുകണ്ണീരാണ് വരിക, അല്ലേ? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രയാ കണ്ണീരൊഴുക്കാറുള്ള ആ കണ്ണീരൊക്കെ ചുടുകണ്ണീരാണ്. കാരണം ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കരയണത്. അർജുനൻ എന്താ? അദ്ദേഹം ട്രാൻസെൻഡൻ്റലായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. കൃഷ്ണനെ കുറിച്ചിട്ട് ഓർത്തിട്ട് കൃഷ്ണൻ്റെ വിരഹത്തിലാണ് അർജുനൻ കരയണത്. അപ്പോൾ ആ കണ്ണീര് എങ്ങനെയാണ്? ശീതള ബാഷ്പാണെന്നാണ് പറയണത്. വളരെ തണുത്ത കണ്ണീരാണ് ഇത്. ഒരു ഭൗതികമായ വിരഹമാണ്, ആത്മീയമായ വിരഹം. അത് ആനന്ദത്തിൻ്റെ പൂർണ്ണതയെന്നും പറയാറുണ്ട് ആചാര്യന്മാർ. അപ്പോഴാണ് അത്രയും കണ്ണീര് ശീതളമായിട്ട് മാറുന്നത് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലും പരിപൂർണനാണ് ഭഗവാൻ. സഖ്യഭാവം, അതേപോലെ മൈത്രീഭാവം, സൗഹൃദഭാവം, സാരഥി, പാർത്ഥസാരഥിയായിട്ട്. അപ്പോൾ അതൊക്കെ പരിപൂർണ തമാണ് ഭഗവാന്റെ ഒരു അംശമൊന്നുമല്ല, അത് പരിപൂർണ തമമായിട്ടുള്ള ഭാവമാണ് എന്നാണ്. പിന്നെ ഭഗവാന് മൈത്രി ബന്ധത്തെ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാനായി ഭഗവാൻ തൻ്റെ സുഭദ്രയെ അർജുനന് വിവാഹം കഴിച്ചു കൊടുത്തു, അല്ലേ? യുദ്ധത്തിലുണ്ടായ അത്യാപത്തുകളിൽ നിന്നും തൻ്റെ അർജുനനെ ഭഗവാൻ രക്ഷിച്ചു. എന്തെല്ലാം ആപത്തുകളും നിന്നൊക്കെ ഭഗവാൻ അർജുനനെ രക്ഷിച്ചു. വാസ്തവത്തിൽ ഇവർക്ക് ജയിക്കാനുള്ള യാതൊരു ചാൻസും ഉണ്ടായിരുന്നില്ല പാണ്ഡവന്മാർക്ക്. എന്തുകൊണ്ടാണ് പാണ്ഡവന്മാർ ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്കും പാണ്ഡവന്മാരായി മാറാൻ സാധിക്കുമോ? നമ്മൾക്ക് പാണ്ഡവരാവണോ കൗരവരാവണോ? എല്ലാവരും പറയും പാണ്ഡവന്മാരാവണം. നമുക്ക് പാണ്ഡവന്മാരാവാൻ ഇഷ്ടം. പക്ഷേ നമ്മളുടെ ആ ഒരു കൈ മുതൽ നമ്മളുടെ കയ്യിലുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. ധർമ്മപുത്രൻ്റെ അടുത്ത് ധർമ്മം ഉണ്ട്, അല്ലേ? പിന്നെ ഭീമൻ്റെ അടുത്ത് ബലം ഉണ്ട് ഭീമൻ്റെ അടുത്ത്. അർജുനൻ്റെ അടുത്ത് പ്രേമം ഉണ്ട്. പിന്നെ നകുലൻ്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും ഓരോ വിധത്തിലുള്ള ഭാവങ്ങളുണ്ട് ഭഗവാനോടുള്ള. അത് പൂർണ്ണമായിട്ടുണ്ട് എന്നാണ്. അതേപോലെ ഇത് നകുലൻ്റെ അടുത്ത് ഭഗവാന്റെ രൂപത്തിൻ്റെ ആ ഒരു എന്തൊന്നുമില്ലാത്തൊരു പ്രഭാവം ഭഗവാന്റെ അത് നകുലനിലുണ്ട്, ആ ഭാവം നകുലനിലുണ്ട്. അങ്ങനെ ഓരോരുത്തരിലും ഓരോ ഭാവം പൂർണ്ണമാണ് എന്നാണ്. എന്നാൽ കൗരവന്മാർക്കും ഇതൊക്കെ ഉണ്ട്, ഈ ഭാവങ്ങളൊക്കെ കൗരവന്മാർക്കും ഉണ്ട്, അല്ലേ? ആ ഭാഗത്ത് കൗരവപക്ഷത്തില്ലേ ധർമ്മത്തിനെക്കുറിച്ച്, പിന്നെ പ്രേമഭാവത്തിന്, ഇതെല്ലാം ഉള്ള കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ജയണ്ടായില്ല? അതിന് പിന്നിലൊരു രഹസ്യം ഉണ്ടെന്നാണ് പറയാറുള്ളത്. അവിടെ വാസ്തവത്തിൽ പാഞ്ചാലിയില്ല അവിടെ. ഇതൊക്കെ കൂടി ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണം. ധർമ്മം, ബലം, സ്നേഹം, രൂപം, പിന്നെ ആ സൗന്ദര്യം, ഇതെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണം. അത് പാഞ്ചാലിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. പാഞ്ചാലിയുടെ പ്രത്യേകത എന്താണ്? പാഞ്ചാലിയുടെ ദയ എന്നത് പാഞ്ചാലിയുടെ പ്രത്യേകത. പിന്നെ ശരണാഗതി എന്നത്, ഇത് രണ്ടും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ദയയും ശരണാഗതിയും കൂടി വേണം. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് പാണ്ഡവന്മാർക്ക്, അതുകൊണ്ടാണ് പാണ്ഡവന്മാർ ജയിച്ചത്. അല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് പിന്നെ ഭഗവാനുണ്ടല്ലോ കൂടെ, ഭഗവാനോടുള്ള ശരണാഗതി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ ജയിച്ചതാണ് ആചാര്യന്മാർ. അങ്ങനെ ഒരു ഇത്. അപ്പോൾ നമ്മൾ പാണ്ഡവന്മാരാവണം. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ
പാഞ്ചാലി എന്ന് പറഞ്ഞാൽ മനസ്സാണ്, അങ്ങനെ പറയാൻ സാധിക്കും, മനസ്സാണ്. അപ്പോൾ ആ മനസ്സിൽ ഈ എല്ലാ ചിത്തവൃത്തികളും ഭഗവാനിലേക്ക് നീങ്ങുന്ന അവസ്ഥ, എല്ലാ ജീവജാലങ്ങളോടും ദയ തോന്നുന്ന അവസ്ഥ. തൻ്റെ കുട്ടികളുടെ കൊലപാതകയായിട്ടുള്ള അശ്വത്ഥാമാവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്ന സമയത്ത് എന്താ പറഞ്ഞത് പാഞ്ചാലി? മുച്യതാമേഷ ബ്രാഹ്മണോ തരാം ഗുരു കൃപയാ നനാമച. നമസ്കരിച്ചു ദയ പാഞ്ചാലിയുടെ, ദ്രൗപദിയുടെ. അത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാണ്. ഇപ്പോൾ ഭഗവാൻ പാണ്ഡവരുടെ സൽഭരണം സുസ്ഥാപിതമായ സമയത്ത് ഭഗവാൻ വളരെയധികം സന്തോഷവാനായിട്ട് മാറി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഓർത്തുകൊണ്ട് അർജുനൻ വീണ്ടും വീണ്ടും ദുഃഖിതനായിട്ട് മാറി എന്നാണ്. അർജുനൻ പറയുന്നു, ശ്ലോകം 5, അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേപഹൃതം തേജോ ദേവ വിസ്മാപനം മഹത്. വഞ്ചിതഃ അഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ യേന മേ അപഹൃതം തേജ ദേവ വിസ്മാപനം മഹത്. അതായത് ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു കഴിവ്, പ്രഭാവം എനിക്കുണ്ടായിരുന്നു. ഭഗവാൻ ബന്ധു എന്നുള്ള രൂപത്തിൽ നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു ഇത്രയും കാലം എന്നാണ്. എന്നെ ഏകനാക്കിയിട്ട് ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് എൻ്റെ ഭഗവാൻ എന്ന് അർജുനൻ പറയുന്നു. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവിടെ അർജുനന് ഉണ്ടായിരുന്ന ബലം? ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അർജുനന് ഇത്രയും ബലവും സൗന്ദര്യവും കഴിവുകളും മുഴുവൻ ഉണ്ടായിരുന്നത്. ആ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് ഈ കഴിവുകളെല്ലാം അർജുനന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അർജുനന് ആ കഴിവുകളുടെ ആവശ്യമില്ല. ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ ഈ അർജുനന് ഇപ്പോൾ കാണുന്ന വീരശൂര പരാക്രമങ്ങളൊന്നും ആവശ്യമില്ല, ഭക്തി മാത്രം മതി. അതാണ് ഭഗവാൻ ദേവ വിസ്മാപരം മഹൽ. ദേവന്മാരെ പോലെ അത്ഭുതപ്പെടുത്തുന്ന ആ അർജുനൻ്റെ ശക്തിയെ ഭഗവാൻ പിൻവലിച്ചു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് ഭഗവാനൊരു കഴിവ് തന്നിട്ടുണ്ട്. ഭഗവാൻ നമുക്ക് തന്നിട്ടില്ല വേഷം ഭംഗിയായിട്ട് അഭിനയിക്കുക. അപ്പോൾ നമ്മൾക്ക് ഏത് നിമിഷം വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ ഭഗവാന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മളത് ഭഗവത് സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും. അപ്പോഴും നമ്മൾക്ക് അവസാന ഘട്ടത്തിൽ ഇതൊന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഭഗവാൻ എല്ലാ കഴിവുകളും ഭഗവാൻ തിരിച്ചെടുക്കും. അതാണ്. അപ്പോൾ വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ യേന മേ ഹൃദം തേജോ ദേവ വിസ്മാപനം മഹത്. ഇവിടെ 6ാമത്തെ ശ്ലോകം. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശിന ഉക്തേന രഹിതോ ഹേഷാ മൃതക പ്രോച്യത്തെ യഥാ. യസ്യ ക്ഷണവിയോഗേന ലോകഃ ഹി അപ്രിയദർശനഃ ഉക്തേന രഹിതഃ ഹി ഏഷാ മൃതക പ്രോച്യത്തെ യഥാ. അതായത് ഒരു നിമിഷത്തെ വിയോഗം, ഭഗവാൻ ഒരു നിമിഷത്തെ വിയോഗം ഭഗവാന്റെ വിയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജീവനില്ലാത്ത ശരീരം പോലെ അപ്രിയവും ശൂന്യവുമായി മാറും. ഒരു നിമിഷം ഭഗവാന്റെ വിരഹം ഉണ്ടായിക്കഴിഞ്ഞാൽ വിരഹം ഭഗവാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, ഭഗവാനാണല്ലോ പരമാത്മാവായി ഇരിക്കുന്നത്. ആ പരമാത്മ ചൈതന്യം ഒരു നിമിഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ശരീരം നിഷ്ഫലമാണ് എന്നാണ്. അപ്പോൾ അപ്രിയവും ശൂന്യവുമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അർജുനൻ പറയുന്നത് എന്നാണ്. പരമാത്മാവ് ഭഗവാന്റെ സ്വാംശമാണ് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. ജീവാത്മാക്കൾ വിഭിന്നമായിട്ടുള്ള അംശങ്ങളാണ് ഭഗവാന്റെ എന്നാണ്. എപ്പോഴാണോ ഭൗതികമായിട്ടുള്ള ശരീരത്തിൽ ജീവാത്മാവ് പരമാത്മാവിനോടുകൂടി ചേർന്ന് നിൽക്കുന്നത്, ആ സമയത്ത് മാത്രമേ ആ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ്. പരമാത്മാവ് നഷ്ടപ്പെട്ട് ജീവാത്മാവ് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കും. അപ്പോൾ ഈ പ്രാണനും അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ എന്തായി? ഈ ശരീരം നിഷ്ഫലമായിട്ട് മാറും. അത് പിന്നെ തെക്കോട്ടെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെ ദഹിപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ.
ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ശരീരം ഇല്ലാണ്ടായാൽ ഇതൊന്നുമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ അനുഭവപ്പെടാനും സാധിക്കില്ല. അതാണ്. ഇനി അർജുനൻ ഭഗവാൻ ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോ സഹായങ്ങളെക്കുറിച്ച്, പാണ്ഡവന്മാർക്ക് ചെയ്തിട്ടുള്ള ആ സഹായങ്ങളെക്കുറിച്ചിട്ട്, അത്ഭുതകരങ്ങളായിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികളെക്കുറിച്ചിട്ട് അർജുനൻ വിലപിച്ചു. അതൊക്കെ ഓർത്തുകൊണ്ട് വിലപിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഭഗവാനെ പോലെ എൻ്റെ ഗുരുവായൂരപ്പ അങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറത്തടിച്ച് കരയാറുണ്ട് ചിലർ. പക്ഷേ ഭഗവാൻ ചെയ്തു തന്നിട്ടുള്ള ആ ഉപകാരങ്ങളെക്കുറിച്ച് വല്ലവരും സ്മരിക്കാറുണ്ടോ? അപ്പം ഇങ്ങനെ നെഞ്ഞത്തടിച്ച് കരയാൻ തോന്നില്ല. അഥവാ അങ്ങനെ കരയുണ്ടെങ്കിലും അത് അത് ഭഗവാനെക്കുറിച്ച് ഓർത്ത് കരയായിരിക്കും. അല്ലാതെ അവനവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ കരയണത്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ കരുണയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അർജുനൻ കരയണത്. നമ്മൾ കരയുകയാണെങ്കിൽ അങ്ങനെ കരുണയെക്കുറിച്ച് ഓർത്ത് കരയണം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അർജുനൻ ഓർക്കുന്നു, യൽ സംശയാൽ ദ്വപതഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ യൽ സന്നിഹിതാവഹുമഖാണ്ഡ യൽ സംശ്രയാൽ ദ്രുപതഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് പാഞ്ചാലിയ സ്വയംവരത്തിൻ്റെ ദ്രൗപദിയുടെ സ്വയംവരത്തിൻ്റെ മത്സരം നടക്കുന്നത് എന്നാണ്. അവിടുന്ന് ഓരോരുത്തരും വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ളവരായിരുന്നു, അതിൽ പങ്കെടുത്തവർ മുഴുവൻ. പക്ഷേ ഭഗവാൻ സങ്കല്പിച്ചു ഒരാൾക്കും ലക്ഷ്യം കാണാൻ സാധിക്കാതെ പോവട്ടെ എന്നുള്ളത്. എന്തേ കാരണം? തൻ്റെ അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കണം, മത്സരത്തിൽ ജയിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ഭഗവാൻ നിശ്ചയം അവിടെ ഭഗവാൻ പ്രാവർത്തികമാക്കി. ഭഗവാൻ വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ ബലരാമനോട് കൂടിയിട്ട്. സ്വയംവരത്തിൻ്റെ ആ വേദിയുടെ കുറച്ച് ദൂരത്തേണ്ട് ഭഗവാൻ ദ്വാരകാനാഥൻ്റെ സഹോദരനെ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഭഗവാൻ എല്ലാം വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും ബലം ഭഗവാൻ അവിടുന്ന് ഭഗവാൻ അറിയാതെ അവരുടെ കഴിവുകളെല്ലാം ഭഗവാൻ അവിടുന്ന് അപഹരിച്ചെടുത്തു. അപ്പോൾ എന്തായി? ഓരോരുത്തരും വരിക, അവരുടെ ഭാഗ്യം പരീക്ഷിക്കുക, പരാജയപ്പെടുക, പോവുക. അർജുനന് മാത്രമാണ് ആ ലക്ഷ്യം കാണാൻ സാധിച്ചത്. മത്സ്യാഭാസം ജലേ വീക്ഷ്യ. ഒരു കിളിയുടെ ഇതിൽ മഹാഭാരതത്തിൽ പറയുന്നത് പഞ്ചവർണ്ണ കിളിക്കൂട് എന്നാണ് പറയണത്. ഇത് മത്സ്യത്തിനെ എന്നാണ് പറയണത്. ആ മത്സ്യത്തിനെ അതിനെ അമ്പ ചെയ്തിട്ട് അതിനെ മുറിക്കണം. ഈ യന്ത്രം ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സൂത്രത്തിൽ അതിനെ അമ്പ ചെയ്ത് മുറിക്കണം. ആർക്കും സാധിച്ചില്ല, അർജുനന് മാത്രം സാധിച്ചു. കാരണം എന്താ? ഭഗവാൻ അത് നിശ്ചയിച്ചു, അതുകൊണ്ട് എന്നാണ് അർജുനൻ ഓർക്കുകയാണ്. ദ്രൗപദിയെ കരം ഗ്രഹിക്കാൻ സാധിച്ചത് ഭഗവാന്റെ കൃപാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അർജുനൻ ഓർക്കുന്നു. അതായത് നിലത്ത് ചക്രത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും പ്രതിബിംബം കാണത്തക്ക വിധത്തിൽ സദാ ഓളങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജലസംവിധാനം ഒരുക്കുകയും ഈ പ്രതിബിംബത്തിൽ മാത്രം നോക്കി മത്സ്യത്തിൻ്റെ കണ്ണുകൾ അമ്പ ചെയ്ത് ഭേദിക്കുന്ന രാജവംശത്തിലെ ഏതൊരുവനും സുപുത്രി വിവാഹം കഴിച്ചെയ്ത് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചത് ദൃഷ്ടദ്യുമ്നനാണ്. പാഞ്ചാലിയുടെ ജ്യേഷ്ഠനാണ് എന്നാണ്. ദ്രൗപദ മഹാരാജാവ് വിചാരിച്ചത് എന്താ? അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാനൊരു കന്യക ഉണ്ടാവണം, ദ്രോണനെ കൊല്ലാനൊരു പുത്രനുണ്ടാവണം എന്നാണ് ആഗ്രഹിച്ചത്. അതിനനുസരിച്ച് ഇവിടെ സംഭവിച്ചു. ദ്രോണരെ വധിച്ചത് ദൃഷ്ടദ്യുമ്നനാണ്. ദ്രൗപദിയുടെ സഹോദരനാണ് വധിച്ചത് ദ്രോണാചാര്യനെ എന്നാണ്. ഭഗവാൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഭഗവാൻ എല്ലാം ഉറപ്പിച്ചു. ഇന്ന പ്രോഗ്രാം ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ, അതേപോലെ എല്ലാ സൂത്രധാരൻ ഭഗവാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരുടെ കൃപയാലാണോ താൻ എത്രമാത്രം ശക്തനായി തീർന്നത്, ആ ഭഗവാന്റെ സാന്നിധ്യം ഇപ്പോഴില്ല. അർജുനൻ ആകെ ദുഃഖിച്ചുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഓർക്കുന്നു.
ഇനി അടുത്ത 8ാമത്തെ ശ്ലോകം. ഇത് പദം മുറിച്ചില്ല അല്ലേ? യത് സംശ്രയാൽ ദ്രുപദഗേഹം ഉപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മര ദുർമദാനാം തേജഃ ഹൃതം ഖലു മയാ അഭിഹതസ്യ മത്സ്യഃ സജ്ജീകൃതേന ധനുഷാ അധിഗത ച കൃഷ്ണ. അടുത്ത ശ്ലോകം. ഖാണ്ഡവമഗ്നയേരാം ഇന്ദ്രം ച സാമരഗണം തരസാ വിദിത്യ ലബ്ധാ സഭാമയകൃതാത്ഭുതശില്പമായാഃ ദിഗ്ഭ്യോ ഹരന്നൃപതയോ ബലിമധ്വരേതേ. യൽ സന്നിധാവഹമഖാണ്ഡവമഗ്നയേതാം ഇന്ദ്രം ച സാമരഗണം തരസാ വിദിത്യ ലബ്ധാ സഭാമയകൃതാത്ഭുതശില്പമായ ദിഗ്ഭ്യോ ഹരന്നൃപതയോ ബലിമധ്വരേതേ. യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഭഗവാന്റെ കരുണ, അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ഓർക്കുന്നു അർജുനൻ എന്നാണ് ഇവിടെ. യൽ സന്നിധൗ അഹം ഉ ഖാണ്ഡവം അഗ്നയേ ദാം ഇന്ദ്രം ച സാ അമരഗണം തരസാ വിദിത്യ ലബ്ധാ സഭാ മയ കൃത അത്ഭുത ശില്പമായ ദിഗ്ഭ്യഃ ഹരൻ നൃപതയഃ ബലിം അധ്വരേതേ. അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഖാണ്ഡവവനം തനിക്ക് ദഹിപ്പിക്കാൻ സാധിച്ചത്. അർജുനൻ ഓർക്കുന്നു. ഒരിക്കൽ കഥ വളരെ വിപുലമായിട്ടുള്ളത് മഹാഭാരതത്തിലുണ്ടത്. ഒരിക്കലൊരു ബ്രാഹ്മണൻ അർജുനൻ്റെ അടുത്തേക്ക് വരികയാണ്. അർജുനൻ ചോദിച്ചു, ബ്രാഹ്മണദേവത അങ്ങക്ക് എന്താ വേണ്ടത് എന്ന്. ആ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് വിശക്കണുണ്ടെന്ന് പറയാം. എന്താ വിശപ്പിൻ്റെ കാരണം? എന്താ? ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കാലമായി. അങ്ങക്ക് എന്ത് വേണം ഭക്ഷണമായിട്ട്? എനിക്ക് ഈ കാട് ഭക്ഷണമായിട്ട് മതി എന്ന് പറയാണ്. വനം ഭക്ഷണമായിട്ട് വേണമെന്ന് പറയാണ്. വനം ഭക്ഷണമായി ചോദിക്കുന്ന ബ്രാഹ്മണനോ ഭഗവാൻ പറഞ്ഞു അർജുനനോട്, അർജുനൻ അത്ഭുതപ്പെട്ട് നിൽക്കുക. ഭഗവാൻ പറഞ്ഞു, അർജുന, അത് ബ്രാഹ്മണനല്ല, അഗ്നിദേവനാണ്. അഗ്നിദേവൻ എത്രയോ തവണ ഈ ഖാണ്ഡവവനം ദഹിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ദേവേന്ദ്രൻ മഴ പെയ്യിപ്പിക്കും. അപ്പോൾ അത് ദഹിപ്പിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അർജുനൻ വിചാരിച്ചാൽ ഇത് ദഹിപ്പിക്കാൻ തനിക്ക് സാധിക്കും. അതാണ് അർജുനൻ്റെ അടുത്ത് വന്നിട്ട് ബ്രാഹ്മണൻ ഇങ്ങനെ പറയുന്നത്. അർജുന, നീ വിചാരിച്ചാൽ സാധിക്കും, ഭഗവാൻ പറയുന്നു. അന്ന് അർജുനൻ വിചാരിച്ചത് എന്താ? താൻ വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ ഭഗവാന്റെ ഒരു കരുണ എന്നുള്ളത് അപ്പോൾ അർജുനൻ അല്പം ഒന്ന് മറന്നുപോയി ഒന്ന് സംശയം. അർജുനൻ ആ ഖാണ്ഡവവനത്തിൻ്റെ മുകളിലേക്ക് ശരപഞ്ചരം തീർത്തു, ശരകൂടം തീർത്തു. അർജുനൻ അനുവാദമില്ലാതെ ഒരു തുള്ളി മഴയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ശരകൂടം തീർത്തു ഖാണ്ഡവവനത്തിന് ചുറ്റുമായിട്ട്, മുകളിലായിട്ട് കത്തിച്ച് അത് ദഹിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അർജുനൻ അഗ്നിദേവൻ ഇഷ്ടം പോലെ ദഹിപ്പിച്ചു. അങ്ങനെ ഇത് ദഹിപ്പിക്കുന്ന സമയത്താണ് മയൻ എന്നുള്ള ഒരു അസുരൻ. മയൻ എന്നുള്ള ഈ അസുരൻ സാധാരണ ഈ നല്ല, അതായത് അസുരന്മാരുടെ ശില്പിയാണ് മയൻ. അപ്പോൾ അവർ വിചാരിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല പല വിധത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഈ മയനെ വധിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. കാരണം ആസുരികമായിട്ടുള്ള ഈ പ്രവൃത്തികൾ ലോകത്തിന് നാശമാണ്. അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. മയൻ നേരെ പോയിട്ട് അർജുനനെ ശരണം പ്രാപിച്ചു. അർജുനൻ എന്നെ രക്ഷിക്കണേത് അർജുനൻ്റെ ശരണം പ്രാപിച്ചു. അർജുനനെ രക്ഷിക്കാമെന്ന് പറയുകയും ചെയ്തു. ഭഗവാൻ എന്താ ചെയ്യുക? ഭഗവാൻ കൊല്ലാമെന്ന് വിചാരിച്ചതാണ് ആ ആളെ അർജുനൻ രക്ഷിക്കുകയാണ് ചെയ്യണത്. എന്ത് ചെയ്യണം? അപ്പോൾ അർജുനനെ ശരണം പ്രാപിച്ച ആ മയന് ഭഗവാൻ തൻ്റെ സത്യത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭക്തൻ്റെ സത്യത്തിനെ ഭഗവാൻ പരിപാലിച്ചു. ആ സമയത്ത് എനിക്ക് വളരെ സന്തോഷമായി, ജീവൻ തിരിച്ചു കിട്ടി, ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു അർജുനൻ, ഭഗവാൻ അവിടുത്തെ കഴിവ് കൊണ്ടാണ്, കരുണ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. എന്ത് വേണമെന്ന് അവിടുന്ന് തന്നെ പറയുമെന്ന് പറയാണ്. ഭഗവാൻ ആജ്ഞാപിച്ചു, ഒരു വിശേഷപ്പെട്ട സഭ നിർമ്മിച്ചു കൊടുക്കൂ പാണ്ഡവന്മാർക്ക്. ഇന്ദ്രപ്രസ്ഥത്തിൽ ഖാണ്ഡവപ്രസ്ഥം എന്നുള്ള അത് ഒന്നും കൊള്ളാതെ കിടക്കുന്ന വെറും തരിശു നിലയിട്ട് കിടക്കുന്ന
ഈ ഖാണ്ഡവപ്രസ്ഥത്തെ ഇന്ദ്രപ്രസ്ഥമാക്കിയിട്ട് മാറ്റി, ഗംഭീര നഗരമാക്കിയിട്ട് മാറ്റി. എന്നിട്ടോ വിശേഷപ്പെട്ട സഭ നിർമ്മിച്ചു കൊടുത്തു. ഈ സഭ ആർക്ക് വേണ്ടിയിട്ട്? പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് രാജസൂയ യാഗത്തിന് വിശേഷപ്പെട്ട സഭ നിർമ്മിച്ചു കൊടുത്തു. ഇവിടെയാണ് ദുര്യോധനന് ജലസ്ഥലഭ്രാന്തി ഉണ്ടായതും ദുര്യോധനൻ വന്ന് വെള്ളമുണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടെ നടക്കുക, അവസാനം വെള്ളമില്ല എന്ന് വിചാരിച്ച വെള്ളത്തിൽ കൂടെ നടക്കുക, എന്നിട്ട് വെള്ളത്തിൽ പോയിട്ട് മുങ്ങിത്താണ് ആ സഭ. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് അർജുനന് ഈ മയൻ സഭ നിർമ്മിച്ച് നൽകിയത്. അർജുനൻ ഓർക്കുന്നു എന്നാണ്. എന്നിട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും, അതായത് ലോകത്തിൻ്റെ സകല ഭാഗത്തുനിന്നും 4 ഭാഗത്തുനിന്നും യുദ്ധം, അവരൊക്കെ ദിഗ്വിജയത്തിനായി പോയ സമയത്ത് യുദ്ധം എവിടെയും വേണ്ടി വന്നില്ല. എല്ലാവരും യുധിഷ്ഠിരനോട് അനുകൂലമായ ഭാവം പ്രകടിപ്പിച്ചു. അവരൊക്കെ അർജുനൻ്റെ സാമന്ത രാജാക്കന്മാരായിട്ട് മാറി. അർജുനൻ്റെ യുധിഷ്ഠിരൻ്റെ കീഴിലുള്ള രാജാക്കന്മാരായിട്ട് മാറി. കാരണം എന്താ? യുധിഷ്ഠിര മഹാരാജാവ് ഭക്തനാണ്, ഭക്തനെ ആശ്രയിച്ചവരെല്ലാവരും എന്നാണ്. ഇതെല്ലാം എൻ്റെ ഭഗവാന്റെ വൈഭവമാണ്. അർജുനൻ ഓർക്കുന്നു. അപ്പോൾ ഈ ഭാഗത്താണ് ഭഗവാൻ നമ്മളെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ പറയാൻ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.